ഇന്ന് രാവിലെ 10:30 പാർലമെൻറ്റിൻ്റെ പ്രധാന കവാടമായ മകർദ്വാറിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം രേഖപ്പെടുത്തും. അതിനുശേഷം 11 മണിക്ക് ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കുമ്പോൾ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ആത്മഹത്യപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള പ്രക്ഷോഭത്തിന് നോട്ടീസ് ഞങ്ങൾ ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഇന്നും സഭയ്ക്കകത്ത് രാജി തന്നെയാണോ പ്രധാനമായ ആവശ്യം? തീർച്ചയായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാവൂ. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒന്നാമത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാജ്യമൊട്ടാകെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ധർമ്മേന്ദ്ര പ്രധാന് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണം. അതല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇത് വാങ്ചുക്കി നിരാഹാരം അദ്ദേഹം ഇന്നലെ രാത്രി അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? സോനം വാങ്ചുക്കി നിരാഹാരം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർച്ചയായും അത് അവരാണ് വിശദീകരിക്കേണ്ടത്, നമ്മളല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ ബ്ലോക്ക് മുന്നണി പാർട്ടികളെല്ലാം തന്നെ മുന്നോട്ട് വെച്ച ആവശ്യം, അതോടൊപ്പം തന്നെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നിനും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഒന്നിനും പരിഹാരം കാണുവാനുള്ള ഒരു ശ്രമവും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മറിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിച്ചമർത്തുക, സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക, പ്രതിപക്ഷ നേതാവിനെ പോലും റോഡിൽ വലിച്ചിഴച്ച് അവളെ മൃഗീയമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. ഇന്നലെ എന്താ സംഭവിച്ചത്? 6:30 കൊണാട്ട് പ്ലേസ് അടക്കമുള്ള എല്ലാ ഷോപ്പുകളും അടച്ചിടാൻ പറഞ്ഞു. ഇൻ്റർനെറ്റുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഇവിടെ പിൻവലിച്ചു. അങ്ങനെ ജനങ്ങളെ ഇരുട്ടിലാക്കുകയും അതോടൊപ്പം തന്നെ അവരെ ബന്ദികളാക്കിക്കൊണ്ടാണ് ഡൽഹി പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗത്തെയും ഡൽഹിയിലേക്ക് വിന്യസിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ സമരത്തെ നേരിടുന്നത്. രാത്രി പ്രധാനമന്ത്രിയുടെ വീഡിയോ വന്നിരുന്നു, അത് കണ്ടിരുന്നു? അതെ, പ്രധാനമന്ത്രി കാരണം എന്താണ്, ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടുവരും എന്നാണ് ഇന്നലത്തെ വീഡിയോയിൽ പ്രധാനമന്ത്രി പറയുന്നത്. യൂത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന സമ്പത്താണ്, അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ അർദ്ധരാത്രിയിലെ വീഡിയോ ഈ വീഡിയോ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഫാസ്റ്റ് ട്രാക്ക് കോടതി ആരെ ശിക്ഷിക്കാനാണ്? ഈ ലീക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടുവരുന്നത് അതൊരു ഐവാഷാണ്. അത് ഈ സമരം ചെയ്യുന്നവരെ തണുപ്പിക്കാൻ വേണ്ടി, ഈ സമരത്തിൻ്റെ വീര്യത്തെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശമാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി. ഫാസ്റ്റ് ട്രാക്ക് കോടതി എത്രയോ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വന്നിരിക്കുന്നു. ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലൂടെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് എത്രയോ കാലങ്ങൾ എടുക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ആ ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം തന്നെ ഈ സമരത്തെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള, ഈ സമരത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ പിന്മാറ്റാനുള്ള ഒരു അടവ് മാത്രമാണ്. അതിൽ നമുക്ക് യാതൊരു വിശ്വാസവുമില്ല. അതുകൊണ്ട് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന 3-4 ആവശ്യങ്ങളേ ഉള്ളൂ. 10, 15, 16 ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല, വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിൽ ഒന്നാമത്താണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. അതോടെ തന്നെ ആത്മഹത്യ വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, അവരുടെ പേരിൽ എടുത്തുള്ള കേസുകൾ പിൻവലിക്കുക, ഡൽഹിയിൽ നടന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സമ്മതിക്കാൻ സർക്കാർ തയ്യാറാകുമോ? അതാണ് പ്രശ്നം.